കഥയെ ആരംഭിക്കുന്നത് നിഷിക്കാട്ട എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നിഷിക്കാട്ട അന്ന് തന്റെ മുറിയിലിരുന്ന് അനിമെ കാണുകയായിരുന്നു. അനിമെ കാണൽ അവന്റെ പ്രധാന വിനോദങ്ങളിലൊന്നാണ്. അപ്പോഴാണ് അവനൊരു ഫോൺ കോൾ വരുന്നത്. കോൾ എടുത്ത് സംസാരിച്ചതും മറുവശത്തുള്ള വ്യക്തി ആരാണെന്നറിഞ്ഞതും അവന്റെ മുഖമൊക്കെ ചുവക്കാൻ ആരംഭിച്ചു. അവന്റെ പഴയ സുഹൃത്ത് ടക്കാഗിയായിരുന്നു വിളിച്ചത്. അവളിപ്പോ ഫ്രാൻസിലാണ് ജീവിക്കുന്നത്. അവൾ അവളുടെ വിദ്യാഭ്യാസമൊക്കെ പൂർണ്ണമാക്കിയിരിക്കുന്നു. അവളുടെ സ്വപ്ന നഗരത്തിലേക്ക് താമസം മാറാനുള്ള തീരുമാനത്തിലാണ് അവൾ. നിഷിക്കാത്ത അവളെ അപ്രിഷ്യേറ്റ് ചെയ്തു. അവൾക്ക് ബെസ്റ്റ് വിഷസ് നേർന്നു. ഫോൺ കട്ടായി കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന പഴയ സ്കൂൾ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. 10 കൊല്ലം മുമ്പ് ഹൈസ്കൂളിൽ അവരൊന്നിച്ചു പഠിച്ചിരുന്നു. എന്നും തന്നെ കളിയാക്കിയിരുന്ന തന്റെ കൂടെ ഉണ്ടായിരുന്ന ടക്കാഗിയെ അവൻ ഓർത്തിരുന്നു. ടീസിംഗ് മാസ്റ്റർ ടക്കാഗി സാൻ എന്ന ചലച്ചിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നുമാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടക്കാഗിയും നിഷിക്കാട്ടയും ക്ലാസ്മേറ്റുകളായിരുന്നു. നിഷിക്കാട്ട ഒരു പാവം പിടിച്ച പയ്യനാണ്. എപ്പോഴും നാണം കുണുങ്ങി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന, അധികമാരോടും സംസാരിക്കാത്ത ഒരു ഇൻട്രോവേർട്ടായ പയ്യൻ. അതുകൊണ്ട് തന്നെ അല്പം സ്മാർട്ടായ ടക്കാഗി എപ്പോഴും നിഷിക്കാട്ടയെ കളിയാക്കാനും ടീസ് ചെയ്യാനുമൊക്കെയായി അടുത്ത് ചെല്ലുമായിരുന്നു. ചെറിയ തമാശകൾ പറഞ്ഞു തുടങ്ങിയ അവരുടെ ആ കളിയാക്കൽ ബന്ധം പതിയെ പതിയെ ഫ്രണ്ട്ഷിപ്പിലേക്ക് ചുവടുമാറ്റി. നാളുകൾ മുന്നിലേക്ക് കഴിഞ്ഞു പോയപ്പോ നിഷിക്കാട്ടയ്ക്ക് അവളോട് പ്രണയം തോന്നാൻ ആരംഭിച്ചു. പക്ഷേ ഇൻട്രോവേർട്ടായ അവന് ഒരിക്കലും അത് അവളോട് തുറന്നു പറയാനേ സാധിച്ചില്ല. ഹൈസ്കൂൾ ഗ്രാജുവേഷന് ശേഷം പാരന്റ്സിനൊപ്പം ടക്കാഗി ഫ്രാൻസിലേക്ക് പോയി. അവളുടെ പാരന്റ്സിന് വിദേശത്തും മറ്റുമായി നിരവധി ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. നിഷിക്കാട്ടയ്ക്ക് ആ വേർപിരിയൽ വലിയൊരു ആഘാതമായിരുന്നു. പക്ഷേ ചിലതൊന്നും ജീവിതത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ലല്ലോ. നാളുകൾ കടന്നുപോയി. അവളുടെ അഭാവം അവന്റെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം നിഷിക്കാട്ട ഇപ്പോൾ ഒരു സ്കൂളിൽ അധ്യാപകനാണ്. ഒരു പാർട്ട് ടൈം ടീച്ചർ. ജോലി ചെയ്യാൻ വലിയ താല്പര്യമുള്ള അവൻ പലപ്പോഴും സ്കൂളിലെ എക്സ്ട്രാ ഡ്യൂട്ടീസും ചെയ്യാറുണ്ട്. സ്കൂൾ ക്ലീൻ ചെയ്യലും പ്രിൻസിപ്പലിനെ സഹായിക്കലും ഒക്കെ അതിൽപ്പെടും. അവന്റെ ജീവിതം സാധാരണഗതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ടക്കാഗിയുടെ കോൾ വന്നത്. ടക്കാഗി ജപ്പാനിലേക്ക് തിരികെ വരുന്നു. അതവന്റെ മൂഡ് തന്നെ മാറ്റി. മരവിച്ച ജീവിതത്തിൽ അവനൊരു ഉണർവൊക്കെ വന്നു. അവന്റെ പ്രവൃത്തികളിലും കുട്ടികളോടുള്ള ഇടപെടലിലും ഒക്കെയും അത് പ്രകടമായിരുന്നു. വൈകാതെ പ്രിൻസിപ്പൽ അവന്റെ അടുത്തെത്തി ഒരു കാര്യം പറഞ്ഞു. ആർട്സ് പഠിപ്പിക്കാൻ പുതിയൊരു ട്രെയിനി ടീച്ചർ വരുന്നുണ്ട്. അടുത്ത 3 മാസത്തേക്കുണ്ടാകും. നിഷിക്കാട്ട അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിഷിക്കാട്ട പരമാവധി ശ്രമിച്ചു. പക്ഷേ പ്രിൻസിപ്പൽ ടനാബെ നീ തന്നെ അത് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നിഷിക്കാട്ട അതിന് തയ്യാറായി. ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് മനസ്സൊന്ന് തണുപ്പിക്കാൻ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ചെയ്യാം എന്ന് കരുതി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നു. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർഡോബിൽ മറിഞ്ഞിരുന്ന ഒരു വ്യക്തി അവന് മേൽ ചാടി വീഴുന്നത്. നിഷിക്കാട്ട ആദ്യമൊന്ന് ഭയന്നിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അത് ടക്കാഗിയാണ്. നിഷിക്കാട്ടയ്ക്ക് വലിയ സർപ്രൈസ് തന്നെ തോന്നി. നീ എങ്ങനെ ഇവിടെ എത്തി? അവൻ ചോദിച്ചു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. പ്രിൻസിപ്പൽ പറഞ്ഞ 3 മാസത്തേക്ക് അവിടെ പഠിപ്പിക്കാൻ വരുന്ന ആർട്സ് ടീച്ചർ ട്രെയിനി ഉണ്ടല്ലോ, അത് ടക്കാഗിയാണ്. അവന്റെ നെട്ടലോടെയുള്ള ആ മുഖം കണ്ടതും ടക്കാഗി അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഓരോ കാലടികൾ അവൾ എടുത്തു വെക്കുമ്പോഴും അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ ടക്കാഗി നിഷിക്കാട്ടയും കൂട്ടിക്കൊണ്ട് കുട്ടികളായിരുന്നപ്പോ അവരെപ്പോഴും പോയിരുന്ന അവർക്കേറെ ഇഷ്ടപ്പെട്ട ഒരിടത്തേക്ക് ചെന്നു. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവിടുണ്ടായ മാറ്റങ്ങളൊക്കെ അവൾ നോക്കിക്കണ്ടു. കൂട്ടത്തിൽ നിഷിക്കാട്ടയെയും കുറച്ചു കളിയാക്കി. നിനക്കും ചെറിയ മാറ്റങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ശേഷം അവർ അവിടെ ഒരിടത്തിരുന്നു. ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് അവൾ പാട്ട് കേൾക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഹെഡ്സെറ്റിന്റെ ഒരു ഭാഗം പാട്ട് കേൾക്കാനായി അവൾ അവനും കൊടുത്തു. അവൻ ഏറെ ഇഷ്ടപ്പെട്ട പണ്ടവർ ഒന്നിച്ച് കേട്ടിരുന്ന ഒരു സോങ് ആയിരുന്നു അവൾ പ്ലേ ചെയ്തത്. ആ ഒരു നിമിഷം പഴയ ഓർമ്മകൾ അവരിലൂടെ കടന്നുപോയി. ഒരിക്കലും അകന്നു പോകാത്ത 2 മനസ്സുകൾ വീണ്ടും എവിടെ നിന്നോ അടുത്തെടുത്തു വരുന്നു. അധികം വൈകാതെ അവർക്കൊപ്പം പഠിച്ച നക്കായി എന്ന സുഹൃത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ടക്കാഗിയും നിഷിക്കാട്ടയും അങ്ങോട്ടേക്ക് ചെന്നു. നക്കായി വിവാഹിതനാവാൻ പോവുകയാണ്. അതിന്റെ ബാച്ചിലർ പാർട്ടിയായിരുന്നു അത്. അവർക്കൊപ്പം പഠിച്ച മറ്റ് സ്കൂൾ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞും ഓർമ്മകളിലൂടെയും ഒക്കെയുമായി ആ രാത്രി അങ്ങനെ കടന്നുപോകുന്നു. പാർട്ടിയൊക്കെ അവസാനിച്ച് പുറത്തിറങ്ങിയപ്പോ എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. നിഷിക്കാട്ടയ്ക്കും ടക്കാഗിക്കും പോവേണ്ടിയിരുന്നത് ഒരേ റൂട്ടിലേക്കായിരുന്നു. അവർ ഒന്നിച്ച് മുമ്പോട്ടേക്ക് നടന്നു. തെരുവെല്ലാം വിജനമാണ്. സംസാരം പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോലും തിരിഞ്ഞു. ഒടുവിൽ അവർക്ക് 2 വഴിക്ക് പിരിഞ്ഞു പോവേണ്ട ഇടം എത്തി. ടക്കാഗി പെട്ടെന്ന് നിഷിക്കാട്ടയോട് നീ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിഷിക്കാട്ട ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി പോയിരുന്നു. നെർവസായി ഉറപ്പൊന്നുമില്ലാതെ വല്ലാതെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട് എന്നവൻ പെട്ടെന്ന് പറഞ്ഞു. പിന്നാലെ അവനോട് കണ്ണുകളടച്ച് നിൽക്കാൻ അവൾ പറഞ്ഞു. അവൻ കണ്ണു തുറക്കുമ്പോ അവൾ അവിടെ നിന്ന് അവളുടെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നു. ചിരിയോടെ അവനോട് യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി.
അടുത്ത ദിവസം സ്കൂളിൽ ടക്കാഗി ചാർജ് എടുത്തു. ആർട്സ് ടീച്ചറായി ടക്കാഗി പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോ അവളെ സഹായിക്കാൻ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ നിഷിക്കാട്ട കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അവളുടെ കഴിവുകൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ടക്കാഗി കടന്നു കയറി. അന്ന് വൈകുന്നേരവും നിഷിക്കാട്ടയും ടക്കാഗിയും ഒന്നിച്ചായിരുന്നു സ്കൂളിൽ നിന്നിറങ്ങിയത്. പോകുന്ന വഴിക്ക് ഒരു സ്റ്റുഡന്റിന്റെ വീട്ടിൽ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിഷിക്കാട്ട പോയി. വാതിലിൽ മുട്ടിയപ്പോ ആ പയ്യൻ വന്ന് വാതിൽ തുറന്നു. മച്ചീട എന്നായിരുന്നു അവന്റെ പേര്. അവിടെ നിന്ന് പോന്നപ്പോ ടക്കാഗി കാര്യം അന്വേഷിച്ചു. നിഷിക്കാട്ട പറഞ്ഞു, മച്ചീട സോഷ്യൽ ആങ്സൈറ്റി കാരണം സ്കൂളിൽ വരുന്നത് നിർത്തിയതാണ്. പക്ഷേ അവനും തുടർന്ന് പഠിക്കണമല്ലോ. അവന് എന്നാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നു. തിരിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ചു വിജയിച്ചാൽ മതി. അതൊക്കെ കേട്ടതും മച്ചീടയുടെ ആ സ്വഭാവത്തിലും അവന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയിലും ടക്കാഗിക്ക് വലിയ മതിപ്പ് തന്നെ തോന്നി. ടക്കാഗി പിന്നാലെ നമുക്കവിടുത്തെ ശ്രൈനിൽ പോയാലോ, ആരാധനാലയത്തിൽ പോയാലോ എന്ന് നിഷിക്കാട്ടയോട് ചോദിച്ചു. കുട്ടിക്കാലത്ത് അവരെപ്പോഴും പോവാറുണ്ടായിരുന്നതാണ്. അവനും ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ അടുത്തുള്ള ശ്രൈനിലേക്ക് ചെന്നു. അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോ ഫ്രാൻസിലെ തന്റെ ജീവിതത്തെപ്പറ്റി ടക്കാഗി പറഞ്ഞുകൊണ്ടിരുന്നു. താൻ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല ഫ്രാൻസിലെ ജീവിതമെന്നും എപ്പോഴും എന്തൊക്കെയോ മിസ്സിംഗ് ആയിരുന്നു എന്നും അവൾ പറയുന്നുണ്ടായിരുന്നു. തനിക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് സ്വന്തം നാടായ ജപ്പാനാണെന്നും ഇവിടുത്തെ കൂട്ടുകാരും പ്രകൃതിയും നിഷിക്കാട്ടയുമായി ചിലവഴിച്ച സമയവുമൊക്കെയാണ് എന്നും അവൾ പറഞ്ഞു വെച്ചു. നിഷിക്കാട്ടയ്ക്ക് സന്തോഷം തോന്നാതിരുന്നില്ല. കൂട്ടത്തിൽ അവൾ ഒന്നുകൂടി പറഞ്ഞു, ഇപ്പോൾ പഴയ മെമ്മറീസ് ഇതുപോലെ പുനർജീവിക്കാൻ പറ്റുമ്പോ എന്തോ ഒരു വലിയ സന്തോഷം തോന്നുന്നു. നിഷിക്കാട്ടയും അവളോടൊപ്പമുള്ള ആ നിമിഷങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അവൾ തനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നവൻ മനസ്സിൽ ചിന്തിച്ചു. ഒരു നിമിഷം ഒന്നിച്ച് പ്രായമാവുന്നതും വീണ്ടും അവർ അതുപോലെ അവിടം സന്ദർശിക്കുന്നതുമൊക്കെ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അടുത്ത ദിവസമായിരുന്നു കൂട്ടുകാരന്റെ കല്യാണമുണ്ടായിരുന്നത്. നിഷിക്കാട്ടയും ടക്കാഗിയും വെഡ്ഡിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയി. പഴയ ക്ലാസ്മേറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ബ്രൈഡ് ബൊക്കെ വലിച്ചെറിഞ്ഞപ്പോ അത് കിട്ടിയത് ടക്കാഗിക്കായിരുന്നു. അവൾ ആ ബൊക്കെയും പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ നിഷിക്കാട്ട പകൽ സ്വപ്നത്തിലായി പോയി. ഒരു ദിവസം താൻ അവളെ വിവാഹം കഴിക്കുന്നതായിരുന്നു അവൻ ദിവാസ്വപ്നം കണ്ടു നിന്നത്. അങ്ങനെ ദിവാസ്വപ്നം കണ്ട് നിന്നത് കളിയാക്കി ഒരു കൂട്ടുകാരൻ സംസാരിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നതുപോലും. പിന്നീട് നെക്കായിക്ക് അടുത്ത് ചെന്ന് നിഷിക്കാട്ട വെഡ്ഡിംഗ് ഗിഫ്റ്റ് കൊടുത്തു. ആ സമയം അവനെ കളിയാക്കിക്കൊണ്ട് നെക്കായി ചോദിച്ചു, വർഷങ്ങളായില്ലേ നീ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കുന്നു, നിനക്കിതിൽ മടുപ്പൊന്നും തോന്നുന്നില്ലടാ? പിന്നാലെ അവനൊരു കാര്യവും പറഞ്ഞു, കുട്ടിക്കാലം മുതലേ ടക്കാഗി നിന്നെ മാത്രം കളിയാക്കിയും എപ്പോഴും നിന്റെ കൂടെ നടക്കാനുമൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അവളുടെ ഉള്ളിലെന്താണെന്നത് വ്യക്തമല്ലേ? നിനക്കതൊന്ന് ആലോചിച്ചുകൂടെ? നിഷിക്കാട്ട തന്റെ തലകുലുക്കി. അവൻ അവിടെ നിൽക്കുകയായിരുന്ന ടക്കാഗിയൊന്ന് നോക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഒരു ടേബിളിൽ വെച്ചിരുന്ന ടക്കാഗിയുടെ ആ ബൊക്കെയുണ്ടല്ലോ, അതവിടുത്തെ പൂളിലേക്ക് വീണു. ഒട്ടും മടിച്ചില്ല. നിഷിക്കാട്ട പൂളിലേക്ക് ചാടി ആ ബൊക്കെ നീന്തിയെടുത്തു. അവിടുണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് അതിശയിച്ചിരുന്നു. തൊട്ടുപുറകെ ടക്കാഗിയും പൂളിലേക്ക് ചാടി. നിഷിക്കാട്ട ആ ബൊക്കെ അവൾക്ക് കൊടുത്തു. അവന്റെ ആ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയായിരുന്നു ടക്കാഗി അത് ചെയ്തത്. ഇരുവരും നനഞ്ഞു കുളിച്ചു. പിന്നാലെ ആ റിസോർട്ടിൽ നിന്ന് തന്നെ വസ്ത്രവും മാറി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ അവരെ തിരികെ നടക്കാൻ തുടങ്ങി. ഒരു ബൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമായി സ്വിമ്മിംഗ് പൂളിൽ ചാടിയതിനെ പറ്റിയൊക്കെ പറഞ്ഞ് ടക്കാഗി നിഷിക്കാട്ടയെ ചെറുതായി ഒന്ന് കളിയാക്കുകയൊക്കെ ചെയ്തു. അന്ന് അങ്ങനെ നടക്കുമ്പോ അവരുടെ മൂഡ്സ് വളരെ കംഫോർട്ടബിളായി അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇരുവരുടെയും ഉള്ളിലും പരസ്പരം പറയാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നതുകൂടി വ്യക്തമാവുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോ ടക്കാഗി നിഷിക്കാട്ടയോട് ചോദിച്ചു, നിനക്കിപ്പോ ഗേൾഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? എനിക്കോ ഗേൾഫ്രണ്ട്സ്? എന്നെപ്പോലെ ഒരാൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടാവും എന്ന് നിനക്ക് ചിന്തിക്കാൻ തന്നെ എങ്ങനെയാ പറ്റുന്നേ? നിന്റെ കാര്യം എങ്ങനെയാ? നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? അവൻ അവളോട് ചോദിച്ചു. ഗസ്സയ്യ് എന്നായിരുന്നു ടക്കാഗി പറഞ്ഞത്. എന്തായാലും കുറെ ആളുകൾ നിന്റെ പിന്നാലെ വന്നിട്ടുണ്ടാകും, അക്കാര്യം ഉറപ്പാ, അവൻ പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇവിടുന്ന് പോയതിൽ പിന്നെ ഞാൻ ആരെയും തന്നെ ഡേറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ടക്കാഗിയുടെ മറുപടി. നിഷിക്കാട്ട അതിശയത്തോടെ മുഖമൊക്കെ ചുവന്ന് അവളെ ഒന്നു നോക്കി. ഒരു തരത്തിൽ ധൈര്യം സംഭരിച്ച് അന്ന് അവിടെ നടക്കുന്ന പരമ്പരാഗത ഫെസ്റ്റിവലിന് ഫയർ വർക്ക്സ് കാണാൻ തന്റെ കൂടെ വരുമോ എന്നവൻ അവളോട് ചോദിച്ചു. ചെറിയൊരു കാര്യമാണ്, പക്ഷേ കുട്ടിക്കാലം മുതലേ നിന്റെ ഒപ്പം ആ ഫയർ വർക്ക്സ് കാണാൻ പോകണം എന്നെനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അവനത് പറഞ്ഞപ്പോ ചിരിയോടെ അവളും താൻ വരാമെന്നേറ്റു. ഇരുവരും വീണ്ടും മുമ്പിലേക്ക് നടന്നു. ഇരുവരുടെയും ഉള്ളിൽ എന്തൊക്കെയോ വന്ന് നിറയുന്നുണ്ടായിരുന്നു. അടുത്തൊരു ദിവസം തുറമുഖത്തോട് ചേർന്ന ഭാഗത്ത് വെച്ച് അവിടെ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന മച്ചീടയെ ടക്കാഗി കണ്ടു. ടക്കാഗി അവന്റെ അടുത്ത് ചെന്നിരുന്നു. മച്ചീടയെ പറ്റി നിഷിക്കാട്ട പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു.
അതുകൊണ്ട് ശ്രദ്ധയോടെയാണ് അവൾ അവനോട് സംസാരിച്ചത്. ആദ്യമൊക്കെ മച്ചിയുടെക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ കുറച്ചധികം ഉൾവലിനായിരുന്നു നിന്നത്. പക്ഷേ നിഷിക്കാട്ടയുടെ പേരവൾ പറഞ്ഞതും അവന്റെ മുഖം വിടർന്നു. അവൻ അവളെ നോക്കി ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി. നിഷിക്കാട്ട എത്ര ദയുള്ള നല്ല മനുഷ്യനാണ്, എന്നെ അദ്ദേഹം എന്തോരമാ സഹായിച്ചിട്ടുള്ളതെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞായിരുന്നു മച്ചിയുടെ സംസാരിച്ചത്. ഒരിക്കല് എന്റെ അവസ്ഥ മനസ്സിലാക്കി നിഷിക്കാട്ട എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്കൂള് മാത്രമൊന്നുമല്ല, പഠിക്കാനും സന്തോഷം കണ്ടെത്താനുമുള്ള ഇടം. നിനക്ക് പെയിന്റിംഗ് ഇഷ്ടമാണെങ്കിൽ നീ അതിൽ ഫോക്കസ് ചെയ്യണം. നിനക്ക് എവിടെ ഇരുന്ന് വരയ്ക്കാൻ തോന്നുന്നോ അവിടെ ഇരുന്ന് വരയ്ക്കണം. അതെന്റെ ലൈഫിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ദൂരെ നിന്ന് ഒരു പെൺകുട്ടി നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഒസാക്കി എന്നാണ്. ഒരു ദിവസം ഒസാക്കി നിഷിക്കാട്ടയ്ക്ക് അടുത്ത് ചെന്ന് നിഷിക്കാട്ടയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിഷിക്കാട്ടയോട് തനിച്ച് സംസാരിക്കണമെന്നും നിഷിക്കാട്ട അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഒസാക്കി പറഞ്ഞു, ഞാൻ കാരണമാണ് മച്ചിയുടെ ഇപ്പോ സ്കൂളിലേക്ക് വരാത്തത്. ഒരു ദിവസം ഞാൻ മച്ചിയുടെയോട് എനിക്ക് അവനോട് തോന്നിയ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. അതിൽ പിന്നെയാ അവൻ സ്കൂളിലേക്ക് വരാതായത്. ഞാൻ അവനെ കാണാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷെ അവൻ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. താൻ കാരണമാണ് മച്ചിയുടെ സ്കൂളിലേക്ക് വരാത്തത് എന്ന കുറ്റബോധം ഒസാക്കിയുടെ ഉള്ളിലുണ്ട് എന്ന് നിഷിക്കാട്ട തിരിച്ചറിഞ്ഞു. നിഷിക്കാട്ട പറഞ്ഞു, ആദ്യം നീ നിന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തണം. ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവണമെന്നില്ല. മച്ചിയുടെ സ്കൂളിലേക്ക് വരാതിരിക്കാൻ ചിലപ്പോൾ മറ്റു കാര്യങ്ങളും ഉണ്ടാകും. നിനക്ക് ശരിക്കും അങ്ങനെ ഒരു കുറ്റബോധവും മനോവേദനയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും അവനെ കണ്ട് നിന്റെ മനസ്സിലുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ അതവനോട് സംസാരിക്കലാണ്. ഇതേസമയം മറുവശത്ത് ടക്കാഗി മച്ചിയുടെയെ ഹെൽപ്പ് ചെയ്യൽ തുടർന്നുകൊണ്ടിരുന്നു. മച്ചിയുടെയുമായി അവിടുള്ള വലിയൊരു മലമുകളിലേക്ക് ടക്കാഗി പോയി. അവിടുത്തെ വ്യൂ അവനെ കാണിച്ചു കൊടുത്തു. അവിടെ ഇരുന്ന് അവനതിന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ മച്ചിയുടെ ടക്കാഗിയോട് മനസ്സ് തുറന്നു. ഞാൻ സ്കൂളിൽ വരാതായത് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ടൊന്നുമല്ല. ഒരു ദിവസം ഒസാക്കി എന്നോട് അവളുടെ പ്രണയം പറഞ്ഞു. എനിക്ക് ആകെ വല്ലാതായി. അവളെ ഫേസ് ചെയ്യാൻ തന്നെ വല്ലാത്തൊരു മടി. ഞാൻ അവളുടെ പ്രണയത്തിന് അർഹതയുള്ളവനല്ല എന്ന ഒരു തോന്നൽ. ആകെ പേടിയായതുകൊണ്ടാ ഞാൻ പിന്നെ സ്കൂളിലേക്ക് പോവാതിരുന്നത്. ടക്കാഗി പറഞ്ഞു, ഒന്ന് ആലോചിച്ചേ, ഒരാള് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോ അത് നമുക്കൊരു ഭാരമാവുകയല്ലോ വേണ്ടത്. അത് സത്യത്തിലൊരു ഗിഫ്റ്റ് അല്ലേ. നമ്മള് ആ സ്നേഹം അവോയ്ഡ് ചെയ്യുകയാണെന്ന് വെക്ക്, അത് നമുക്ക് സത്യത്തിൽ സമാധാനമല്ലല്ലോ തരുന്നത്. നമുക്കത് ഉള്ളില് ഒരുതരം വിഷമമല്ലേ ഉണ്ടാക്കുന്നേ. പിന്നീട് അതോർത്ത് നമ്മൾ കുറ്റബോധത്തിൽ ആഴ്ന്നു പോവുകയും ചെയ്യും. നീ തന്നെ ആലോചിക്ക്, നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് തീരുമാനിക്ക്. ടക്കാഗിയുടെ ആ വാക്കുകൾ മച്ചിയുടെ ഉള്ളിലെ ചിന്തകളെ ഉണർത്തി. മച്ചിയുടെ ടക്കാഗിയോട് നന്ദി പറഞ്ഞു. താൻ സ്കൂളിലേക്ക് തിരികെ വരുമെന്നും അറിയിച്ചു. യാഥാർത്ഥ്യത്തിൽ ഒസാക്കിയുടെ തുറന്നു പറച്ചൽ അവനെ ഒന്ന് ഭയപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവൻ ഒസാക്കിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അടുത്ത ദിവസം ധൈര്യത്തോടു കൂടി മച്ചിയുടെ സ്കൂളിലേക്ക് തിരികെ എത്തി. സ്കൂളിലെ കൊയർ ഗ്യാങ്ങിൽ അവനും ചേർന്നു. ഒസാക്കിക്കൊപ്പം അവൻ പാടുവാൻ നിന്നു. അന്ന് ഇന്റർവെൽ സമയത്ത് ഒസാക്കിയോട് തനിക്ക് തനിച്ച് സംസാരിക്കണം എന്നവൻ ആവശ്യപ്പെട്ടു. ഇരുവരും സംസാരിക്കാൻ മാറി നിന്നു. ഒസാക്കിയായിരുന്നു ആദ്യമേ സംസാരിച്ചു തുടങ്ങിയത്. താൻ കാരണമാണ് അവൻ സ്കൂളിൽ വരാതിരുന്നതെങ്കിൽ അതിനവൾ ക്ഷമ ചോദിച്ചു. അവളുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷേ മച്ചിയുടെ പറഞ്ഞു, നീ എന്നോട് പ്രപ്പോസ് ചെയ്തതുകൊണ്ടോ നിന്റെ പ്രണയം പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ സ്കൂളിലേക്ക് വരാതിരുന്നത്. നീ അങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യണം എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ അതിനൊക്കെ അർഹനാണോ എന്നൊക്കെയായിരുന്നു എനിക്ക് തോന്നിയത്. ആ ഒരു ഭയം കൊണ്ടാ ഞാൻ വരാതിരുന്നത്. എന്റെ ഫീലിംഗ്സിൽ നിന്നൊക്കെ ഞാൻ ഓടിയൊളിക്കുകയായിരുന്നു. അതിന് നീയാ എന്നോട് ക്ഷമിക്കേണ്ടത്. പിന്നാലെ അവളോടുള്ള തന്റെ ഇഷ്ടം മച്ചിയുടെ തുറന്നു പറഞ്ഞു. കുറച്ച് ദൂരെ നിന്ന് നിഷിക്കാട്ട അതൊക്കെ നോക്കിക്കണ്ടിരുന്നു. അവരെയോർത്ത് നിഷിക്കാട്ടയ്ക്ക് അഭിമാനവും സന്തോഷവും തോന്നി. മച്ചിയുടെക്ക് വന്ന ആ ധൈര്യം കണ്ടപ്പോ തന്റെ ഉള്ളിലെ ആ ഒരു മടിയും പേടിയും ഒക്കെയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചാലോ എന്നുവരെ നിഷിക്കാട്ട ചിന്തിച്ചു. എന്തോ ഒരു ധൈര്യം അവന് ചെറുതായി കൈവന്നു. തന്റെ പ്രിൻസിപ്പലിനോട് തന്നെ ഗൈഡൻസ് എടുക്കാൻ അവൻ തീരുമാനിച്ചു. അദ്ദേഹത്തിനടുത്തെത്തി അവൻ ചോദിച്ചു, ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയുന്നത് തന്നെയാണോ നല്ലത്? പ്രിൻസിപ്പൽ പറഞ്ഞു, സത്യത്തിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരാളോട് ഇഷ്ടം തോന്നിയ അത് തുറന്നു പറയണം. ഉള്ളിൽ തന്നെ സൂക്ഷിച്ചാൽ അത് പിന്നീട് കുറ്റബോധത്തിലേക്ക് നയിക്കുകയേ ഉള്ളൂ. പേടികൊണ്ട് ആ ഇഷ്ടം അങ്ങനെ പറയാതെ പോയാൽ പിന്നീട് ചിലപ്പോ അതൊരിക്കലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ട് എപ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ പറയുന്നതാകും നല്ലത്. അതോടെ നിഷിക്കാട്ട ഒരു കാര്യം മനസ്സിലാക്കി.
മനസ്സിലാക്കി പ്രണയമെന്നത് ഉള്ളിൽ മറച്ചുവെക്കേണ്ട ഒന്നല്ല, റിസ്ക് ഉണ്ടെങ്കിലും തുറന്നു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അന്ന് രാത്രിയിൽ നിഷിക്കാട്ട ഫയർ വർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് ടക്കാഗിക്കായി വെയിറ്റ് ചെയ്തു. അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ലൈഫിൽ ആദ്യത്തെ ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണത്. വൈകാതെ ടക്കാഗി അങ്ങോട്ടേക്ക് വന്നു. പരമ്പരാഗത വസ്ത്രം ധരിച്ചെത്തി അവളെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. ഫെസ്റ്റിവൽ നഗരിയിലേക്ക് അവർ നടന്നു കയറി. പരസ്പരമുള്ള കമ്പനി അവർ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കരിമരുന്ന് പ്രയോഗവും അവർ കണ്ടാസ്വദിച്ചു. ഫയർ വർക്ക്സ് ആരംഭിച്ചപ്പോ ആകാശത്തേക്ക് നോക്കി നിഷിക്കാട്ട പറഞ്ഞു, എന്ത് മനോഹരമായിരിക്കുന്നു. പിന്നാലെ അവൾക്ക് നേരെ തിരിഞ്ഞ് നിഷിക്കാട്ട പറഞ്ഞു, അതിലും മനോഹരമായ മറ്റൊന്നുണ്ട്, നിന്റെ ചിരിയാണത്. പിന്നാലെ അവൻ മനസ്സിൽ നിന്നും സംസാരിച്ചു, കുട്ടിക്കാലത്ത് നീ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ഇപ്പോ ഞാൻ നിന്നോട് നന്ദി പറയുകയാണ്. അന്നത്തെ ആ കളിയാക്കലും മറ്റുമൊക്കെയാ എന്റെ ചത്ത ജീവിതത്തിൽ കുറച്ചൊക്കെ ജീവൻ പകർന്നത്. പക്ഷെ അപ്പോഴും തന്റെ പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യം അവന് കൈവന്നിരുന്നില്ല. ഏകദേശം 3 മാസക്കാലം ഇതിനിടയിൽ കടന്നുപോയി. പിരിയാൻ നേരം അവൻ അവളോട് പറഞ്ഞു, നാളെ കഴിഞ്ഞ് സ്കൂളിലെ നിന്റെ ട്രെയിനിങ് അവസാനിക്കുകയാണ്. എവിടെ പോയാലും നിനക്ക് നന്മകൾ മാത്രം വരട്ടെ. അവൻ അവൾക്ക് ആശംസകൾ നേർന്നു. പതിന്നമട്ടിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. അടുത്ത ദിവസം സ്കൂളിലെത്തി കുട്ടികളോടും മറ്റും അവൾ യാത്ര പറഞ്ഞു. നിഷിക്കാട്ടയുടെ സ്കൂളിൽ തന്നെ അധ്യാപകനായുണ്ടായിരുന്ന നക്കായി നിഷിക്കാട്ടയുടെ സുഹൃത്ത്. നിഷിക്കാട്ട അപ്പോഴും അവളോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ് നിഷിക്കാട്ടയെ വഴക്ക് പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞ പിന്നീട് നീ കുറ്റബോധത്തിൽ മുങ്ങിയിരിക്കുകയേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോ പറയണം. എല്ലാവരോടും യാത്ര പറഞ്ഞ് ടക്കാഗി പുറപ്പെടാനായി ഇറങ്ങിയിരുന്നു. ടക്കാഗി ഇറങ്ങുമ്പോ മച്ചിയുടെ അവൾ കരികിലെത്തി തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. മാറി നിന്ന് അവർ സംസാരിച്ചു. ആ സമയം മച്ചിയുടെ പറഞ്ഞു, ഒസാക്കിയോട് ഞാൻ പ്രണയം തുറന്നു പറഞ്ഞില്ലേ, അതിനുശേഷം എന്റെ ലൈഫിൽ ഒരുപാട് സമാധാനം കിട്ടി. മിസ്സും നിഷിക്കാട്ടയും എപ്പോഴും ഒന്നിച്ചായിരുന്നില്ലേ, നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ്ങുമായിരുന്നു. എനിക്ക് പലപ്പോഴും നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ മറച്ചുവെക്കാതെ അത് തുറന്നു പറയണം. അത് കേട്ടതും ടക്കാഗി അവനോടുള്ള സത്യം പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായി ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്. മിഡിൽ സ്കൂളിലും മറ്റും വെച്ച് പലതവണ ഇൻഡയറക്റ്റായി ഞാനത് അവനോട് സൂചിപ്പിച്ചതുമാണ്. പക്ഷേ അവൻ എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. മച്ചിയുടെ മറുപടി പറഞ്ഞു, ഒരുപക്ഷെ നിഷിക്കാട്ടയ്ക്ക് അതൊന്നും കൃത്യമായി മനസ്സിലായി കാണില്ല. നിഷിക്കാട്ടയ്ക്കും മനസ്സിലാവുന്ന തരത്തിൽ നേരിട്ട് വ്യക്തമായി അത് പറയുന്നതല്ലേ നല്ലത്. മച്ചിയുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ധൈര്യം കാരണം നിഷിക്കാട്ടയെ കണ്ട് തന്റെ പ്രണയം തുറന്നു പറയാൻ ടക്കാഗി തീരുമാനിച്ചു. അതിനായി അവന്റെ ക്ലാസ് റൂമിലേക്ക് അവൾ കയറി ചെന്നു. അവിടെ തനിച്ച് നിഷിക്കാട്ട നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒന്നിച്ച് നിന്നപ്പോ പണ്ട് അതേ സ്കൂളിൽ പഠിച്ച പഴയ ഓർമ്മകൾ അവർക്കിടയിലേക്ക് ഓടി വന്നു. കുറച്ചുനേരം അവർ ഓരോ തമാശകൾ പറഞ്ഞു. പിന്നീട് ക്ലാസ്സിൽ കയറി ഇരുന്നപ്പോ നിഷിക്കാട്ട തന്നെ തക്കാഗിയോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? പറയണമെന്ന് ടക്കാഗിക്കുണ്ടെങ്കിലും എന്തോ ഒരു മടി അവളെ തടഞ്ഞിരുന്നു. നിഷിക്കാട്ട തന്നെ തുറന്നു പറഞ്ഞു, നീയില്ലാതിരുന്ന കഴിഞ്ഞ 10 കൊല്ലക്കാലമുണ്ടല്ലോ, എന്റെ മനസ്സ് വളരെയധികം ശൂന്യതയിൽ മുങ്ങിപ്പോയിരുന്നു. ആദ്യമൊക്കെ നിന്റെ കളിയാക്കലും ഉപദ്രവവും ഒക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അതിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നീയില്ലെങ്കിൽ എന്തോ പോലായി തുടങ്ങി. നീ പോയ ശേഷം നീ ഉണ്ടാക്കിയ ഒരു ശൂന്യതയുണ്ടല്ലോ, അത് ഫില്ല് ചെയ്യാൻ ഞാൻ പലതരത്തിൽ ശ്രമിച്ചതാണ്. പക്ഷേ ഒന്നും ഫലവത്തായില്ല. ഒടുവിൽ എവിടെ നിന്നോ കിട്ടിയ ആ നിമിഷത്തിലെ ധൈര്യത്തിൽ അവൻ അവളോട് കഴിഞ്ഞ 10 കൊല്ലമായി താൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവന്റെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾ അവൾ തെളിഞ്ഞു തന്നെ കേട്ടു. തക്കാഗി ഒരു നിമിഷം സ്തബ്ധയായി അത് കേട്ടിരുന്നു. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. അവളും തിരികെ അവളുടെ കൈനീട്ടി കൊടുത്തു. ഇരുവരും കൈകൾ കോർത്തുപിടിച്ചു. അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടക്കാൻ ആരംഭിച്ചു. തന്റെ പ്രണയം ടക്കാഗിയും അവനോട് തുറന്നു പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിഷിക്കാട്ട ടക്കാഗിയെയും കൂട്ടിക്കൊണ്ട് അവരുടെ ആ സ്കൂളിലേക്ക് ചെന്നു. അവിടെ കുട്ടികൾ കൊയർ പെർഫോം ചെയ്യാൻ വേണ്ടി കാത്തുനിന്നിരുന്നു. ഒസാക്കി ടക്കാഗിയോട് പറഞ്ഞു, ഒരു ഫെയർവെൽ തരാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഈ കൊയർ പെർഫോമൻസ് ടീച്ചർക്കുള്ള സമ്മാനമാണ്. ടീച്ചർ ഇനി എവിടെ പോയാലും നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയട്ടെ. പിന്നാലെ അവർ ആ ഗാനം പെർഫോം ചെയ്തു. കുട്ടികൾ ആ സോങ് പെർഫോം ചെയ്തപ്പോ നിഷിക്കാട്ടയുടെയും ടക്കാഗിയുടെയും ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ അവരുടെ മനസ്സുകളിൽ വന്നു നിറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഗ്രാജുവേഷൻ ദിവസം പാടിയിരുന്ന അതേ മെലഡിയായിരുന്നു അത്. വർഷങ്ങൾക്ക് മുമ്പ് കളിയാക്കലിൽ തുടങ്ങിയ ബന്ധം ഫ്രണ്ട്ഷിപ്പായി മാറി. പിന്നീട് മനസ്സിൽ സൂക്ഷിച്ച് ആ ഒരു വികാരമായി പ്രണയ
പ്രണയമായി, പിന്നീട് അതൊരു നൊമ്പരമായി, ഒടുവിൽ സന്തോഷത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ച. ഏറ്റവും ഒടുവിൽ അവരുടെ ആ പ്രണയം, സ്നേഹം അതിന്റെ അടുത്ത തലത്തിലേക്ക് കടന്നു. അവർ വിവാഹിതരായി. വർഷങ്ങൾ പിന്നിട്ടു. അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്കൊരു മകളുമുണ്ട്. നിഷിക്കാട്ട ടക്കാഗിയുടെ അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തുകയാണിപ്പോൾ. അവരുടെ പ്രണയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.